ഐസ്ക്രീം അത് ശരിക്കും വായിലൂടെ വെള്ളം വരുന്നു. ഐസ്ക്രീമിന്റെ പിന്നെ നമ്മളെ ശർക്കര ഐസ്ക്രീം, തേങ്ങ, പിന്നെ നമ്മുടെ നെയ്യ് ഒഴിച്ച് ഇത് ഇന്ന് എനിക്ക് 2 അസിസ്റ്റന്റുമാരാണുള്ളത് കേട്ടോ. എൻ്റെ ഡാനപ്പനും നിധിക്കുട്ടിയും. അപ്പൊ രണ്ടുപേരുമാണ് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് കാണണമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പൊ എനിക്കിന്ന് ഇതന്നെ നമ്മുടെ നേന്ത്രപ്പഴം, ഏത്തപ്പഴം കട്ട് ചെയ്ത് തരുന്ന എൻ്റെ നിധിക്കുട്ടനാണ്. നിധിക്കുട്ടൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ പഴുത്തത് വേണമെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ല, ശർക്കര ഇടുന്നു. ഇങ്ങനെ സ്ലൈസ് അങ്ങനെ വെച്ചോ, പിന്നെ കുറച്ച് നീളത്തിൽ. അങ്ങനെ ഓക്കെ. അതിന്റെ ഇടയ്ക്കൂടെ അവിടെ എപ്പോഴും തോക്ക് കളി. ഇത് എത്ര പേരാന്നറിയോ? പഴം പുളിക്കാൻ ഒരാള് ചിലപ്പം മധുരം ഉണ്ടാവൂല. ഒരെണ്ണം എടുത്ത് നോക്ക്. മധുരണ്ടോടാ? ഇല്ലേ? പഴമുണ്ടോ? അത് കുഴപ്പമില്ല. ഇച്ചിരി കുറവാ, പക്ഷെ ഓക്കെ. ഇതിങ്ങോട്ട് ഇങ്ങോട്ടാക്കി, അല്ലെങ്കിൽ അത് ഒരുമിച്ചിട്ടാലും മതി. അല്ലല്ല, അത് വെട്ടിപ്പോയതാ. ഇടാതെ പിന്നെ നമ്മുടെ ഏത്തപ്പഴം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടല്ല, എനിക്ക് ഇവിടെ വെക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ നമുക്ക് അടുക്കളയ്ക്ക് പോകട്ടോ. എല്ലാരും വന്നു. ഇതാണ് നമ്മുടെ ട്വിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ലാലേട്ടനായത് റം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം റം നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇത് എനിക്ക് അതിനോട് സമമാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയൊരു സാധനം, ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം അതില്ലാണ്ട് കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി ചെയ്ത് നോക്കാനാണ്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല, എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മോളെ നട്മഗിൻ്റെ എന്താ ഇത്, ജാതിക്ക ഒരെണ്ണം, ഇല്ല ഒരു ബേ ലീവ്സ് എന്താ പറയുന്നത് മോളെ? ബേ ലീവ്സ് എന്താ പറയുക? അല്ല, അതിൻ്റെ എന്താ ഒരെല്ലാം ഉണ്ട്. ബേ ലീവ്സ്. ഞാൻ ഈ ബേ ലീവ്സ് ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം അറിയാതെ അങ്ങനെ ഇംഗ്ലീഷ് അല്ല കേട്ടോ, എനിക്ക് മറന്നു പോകുന്നതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറുവപ്പട്ട, എല്ലാം കുറച്ച് മതി. പിന്നെ നമ്മുടെ ഏലക്ക കേട്ടോ, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ തിളപ്പിക്കുക. കത്തിച്ച് തിളക്കിയിട്ട് കേട്ടോ. അത് അവിടെ ഇരുന്ന് വേറെ പാനിലുണ്ട്, ഞാൻ കത്തിച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഇട്ടോ. അല്ല, 3 പ്രാവശ്യം. ഒരെണ്ണം അവിടെ കൊടുക്കുക. വേണമെന്നില്ല, ഒരു അരവും കൂടി ഇട്ടാൽ മതി കേട്ടോ മുന്നോ. എങ്കിൽ 3 ഇട്. ഓക്കെ. ഇനി നമുക്ക് ഓരോ പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പുറത്ത് വെള്ളം എനിക്ക് തട്ടി കയ്യിലോട്ടൊന്നും വിടല്ലേ. വേണ്ട, ഞാൻ വരാം. ക്യാമറയുടെ ബാക്കിൽ വരില്ല, അല്ലെങ്കിൽ ഞാൻ പ്രോ അറ്റ് കുക്കിംഗ് ഗൈസ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ വെള്ളം ചൂടാവണം. അത് ഇത്ര ചൂടായാൽ നമ്മുടെ വെള്ളം തിളച്ചിട്ടത് മതി കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഓരോന്ന് ഇങ്ങനെ മാറ്റിയിട്ട് അതായത് മോള് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിലിട്ട് എങ്ങനെ നമ്മൾ ഫുള്ള് ഇളക്കി ഇങ്ങനെ കുഴക്കണ്ട. അല്ല, കുഴക്കരുത് പറയായിരുന്നു ഞാൻ. കാണാനൊരു ഭംഗി. അങ്ങോട്ട് മാറി, ഞാൻ ഫ്ലിപ്പാക്കാം. ശരി. നമുക്ക് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇത് കളർ വ്യത്യാസമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ശർക്കര, ഇത് പൊടിച്ച ശർക്കരയാണ്. പൊടിച്ച ശർക്കര ഉണ്ടായതുകൊണ്ട് പൊടിച്ച ശർക്കര ഇട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ശർക്കര ഉപയോഗിക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. അത് നമുക്ക് ജാതിക്ക ഇട്ടിട്ടുണ്ട്, ബേ ലീവ്സ് ഉണ്ട്, കുക്കുംബർ
കറുവാപ്പട്ടയുണ്ട്, കാടമം, ഏലക്കയുണ്ട്. സ്പൈസസിന്റെ ടേസ്റ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനം ദാനപ്പതിങ്ങെടുത്ത പറഞ്ഞു തേങ്ങ. ലാസ്റ്റ് what we will do, sprinkle the തേങ്ങ. പോരെ, അത് ഫുള്ളിടണോ? വെറുതെ ഇട്ട് ഇളക്കല്ലേ മോനെ, അകത്തൂടി ഇങ്ങനെ. അങ്ങനെ അങ്ങനെ ഓരോന്ന് ഉടഞ്ഞു പോകാണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇൻഗ്രീഡിയന്റ് സ്പെഷ്യൽ ഐസ്ക്രീം. അതിന്റെ ചൂട് കൊണ്ട് അത് മെൽട്ടായി പോയിട്ടുണ്ട്. അവന് തമ്മിലാണ് കൊടുത്തത്. അപ്പൊ അസാധ്യമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അല്ലേ? ആക്ച്വലി മറ്റു റമ്മൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇതിങ്ങനെ ഒരു എന്താ പറയാ, ആ ജാതിയുടെയും ഇതിന്റെ എല്ലാം കൂടെ കിടക്കുന്നത്, അതിൻ്റെ ഇത് അതിലല്ലേ നമ്മുടെ ശർക്കര ഇങ്ങനെ ഉരുകി തീർന്നത്. അതിൻ്റെ ഇവിടുന്നാണോ? ഞാനൊരു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനേട്ടൻ ചുമ്മാ അല്ല പറഞ്ഞത്, അടിപൊളി ഡെസേർട്ടാണ്. എൻ്റെ അപ്പ ക്യാമറമാനാണ്. 2 അസിസ്റ്റൻ്റാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ലാലേട്ടൻ ഡെസേർട്ടാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യും. എല്ലാവരും ഓൾറെഡി എനിക്ക് തോന്നുന്നു കേരളക്കാരെ ആകെ ട്രൈ ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ.